ആയോധന കല എന്നുള്ള നിലയിൽ കളരിപ്പയറ്റിൻ്റെ സ്ഥാനം യുദ്ധത്തിൽ തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ. അതിന് ഒരു സംശയമില്ല. ഇവർ തമ്മിൽ അതിർത്തി തർക്കമുണ്ടാവും, അങ്ങനെ പല തർക്കങ്ങളുണ്ടാവും രാജാക്കന്മാർ തമ്മിൽ. അപ്പോൾ അതിനൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി യുദ്ധമാണ് അന്നത്തെ പ്രതിവിധി. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് മുഴുവൻ കളരിപ്പയറ്റുകാരാണ്, കളരികളിൽ പഠിച്ച യോദ്ധാക്കന്മാർ. അപ്പോൾ കളരിപ്പയറ്റിന് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു 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 സ്ഥാനം നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായിരുന്ന കാലത്താണ് പിന്നെ തച്ചോളിയോധനൻ്റെ അംഗവും ഒക്കെ നമുക്കറിയാം. അതൊരു പേഴ്സണലായിട്ടുള്ള ഫ്യൂഡിൻ്റെ പേരിൽ പിന്നെ പൊന്നിയത്ത് വന്ന് മതിലൂർ ഗുരുക്കളുമായിട്ട് അല്ലെങ്കിൽ കതിരൂർ ഗുരുക്കളുമായിട്ട് അംഗം വെട്ടി അദ്ദേഹത്തെ തോപ്പിച്ച് മടങ്ങി പോയി എന്നൊക്കെയുള്ള കഥയുണ്ട്. അപ്പോൾ ആ സമയത്താണ് തച്ചോളിയോധന് ഒളിഞ്ഞു നിന്നിട്ടുള്ള ഒരു വെടി ഏൽക്കേണ്ടി വന്നത്. നെറ്റിത്തടത്തിൽ ഒരു വെടിയേറ്റിട്ടാണ് ആ വലിയ അഭ്യാസി മരിച്ചത്. പക്ഷേ വാസ്തവത്തിൽ ആ വെടി ഉണ്ടല്ലോ, നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഏറ്റ ഒരു വെടിയാണ് എന്ന് ഞാൻ പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ അന്ന് വരെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന വെടി എന്ന് പറഞ്ഞാൽ ചില്ലിട്ട വെടിയാണ്. ആളൊന്നും അങ്ങനെ മരിക്കൊന്നുമില്ല. വളരെ ദൂരെ നിന്ന് വെടി വെച്ചാൽ കുറേ മുറിവ് പറ്റും എന്നൊക്കെ അല്ലാണ്ട് മരിക്കാനൊക്കെ വലിയ സാധ്യത കുറവാണ്. പക്ഷേ ഈ ഉണ്ടയിട്ടിട്ടുള്ള വെടി, ഈ ഉണ്ട ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. അവർ നമ്മുടെ സംസ്കാരത്തിനെ മുഴുവൻ മാറ്റി, നമ്മുടെ യുദ്ധത്തിൻ്റെ സംസ്കാരത്തിനെ മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷനെയും മറ്റുള്ളതിനെ എല്ലാം മാറ്റി മറച്ച കൂട്ടത്തിൽ വാസ്തവത്തിൽ ഈ വെടിയും പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത് ഉണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തച്ചോളിയോധന് ഏറ്റ വെടി നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഏറ്റ വെടിയാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതോടുകൂടി വലിയ വെടിക്കോപ്പുകളൊക്കെ വന്ന സമയത്ത് കളരിപ്പയറ്റിന് വലിയ സ്ഥാനമില്ലാണ്ടായി. യുദ്ധത്തിലൊക്കെ അവരെ വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്നതാണ്, ഇംഗ്ലീഷുകാരതും പോർച്ചുഗീസുകാരുടെയും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് കളരിപ്പയറ്റിന് ഒരു അപജയം സംഭവിക്കാൻ തുടങ്ങി. ഇനി കളരിപ്പയറ്റ് പഠിച്ചിട്ട് യുദ്ധത്തിനും അംഗത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടത് കുറഞ്ഞു വന്നു.